ഈ മുറിവിനകത്തിരുന്ന് എന്തോ ഈ കടിച്ചു ഞൊള്ളിപ്പറിക്കുന്ന പോലെ ഇതുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ മുറിവ് തുന്നിക്കെട്ടിയതിൽ ഗുരുതര വീഴ്ചയെന്ന പരാതിയുമായി രോഗി. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി വണ്ടി നിന്നു. ഞാനിങ്ങനെ വണ്ടിയിലോട്ട് സ്റ്റിയറിങ്ങിലോട്ട് അടിച്ച് വീണു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ചു കെട്ടിയെല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾ 10 കൊണ്ട് CT സ്കാൻ ചെയ്യണമെന്ന്. മുറിവിനകത്ത് എന്തോ ഒരു കറുത്ത ഇതുപോലെ കാണുന്നത് എന്തുവാണെന്നറിയില്ലെന്ന് പറഞ്ഞു. ചാപ്റ്റർ അടിച്ച് ഇളക്കി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഉറുമ്പ് കടിച്ചിരിക്കുകയാണ്. 2 ഉറുമ്പുകൾ. മണ്ണിലിടിച്ച് വീഴുന്നതല്ലേ, അപ്പോ നാച്ചുറലി ഫോറിൻ ബോഡികൾ ഉള്ളിൽ പെടാറുണ്ട്. എന്തായാലും പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു ഉറുമ്പ് ആരും കണ്ടിട്ടില്ല. വീട്ടിക്കകത്ത് ഉറുമ്പെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫോറിൻ ബോഡി സസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത്. നമസ്കാരം. പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ മുറിവ് തുന്നിക്കെട്ടിയതിൽ ഗുരുതര വീഴ്ചയെന്ന പരാതിയുമായി രോഗി. നെറ്റിയിലുണ്ടായിരുന്ന മുറിവ് തുന്നിക്കെട്ടിയപ്പോൾ വീണ്ടും നടത്തിയ പരിശോധനയിൽ 2 ഉറുമ്പുകളെ കാണുകയായിരുന്നു. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ CT സ്കാൻ എടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഉറുമ്പുകളെ കണ്ടെത്തിയത്. ഗുരുതര വീഴ്ചയാണ് റാന്നി താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വീഴ്ചയെ തുടർന്ന് തൻ്റെ മുറിവ് വീണ്ടും തുറക്കുകയും തുന്നിക്കെട്ടുകയും ചെയ്യേണ്ടി വന്നു എന്ന് റാന്നി ബ്ലോക്ക് ബോർഡ് സ്വദേശിയായ സുനിൽ എബ്രാഹിം പറയുന്നു. ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സുനിൽ എബ്രാഹിം. സംഭവിച്ചത് വണ്ടി കൊണ്ട് വന്ന കൂട്ടത്തിൽ പ്രഷറാണ്. വണ്ടി പെട്ട സഡൻ ബ്രേക്ക്. അപ്പം എനിക്ക് തോന്നിയ ഒരു പ്രഷർ താണാന്ന്. എനിക്ക് പ്രഷറുണ്ട്. താണാന്ന് കൂടുതലാണ്. താണതാണ്. കാരണം പറയുമ്പോൾ നമുക്കൊരു നാക്കിന് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് പെട്ടെന്ന് വണ്ടി വിട്ട് വരല്ലേ, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി വണ്ടി നിന്നു. ഞാനിങ്ങനെ വണ്ടിയിലോട്ട് സ്റ്റിയറിങ്ങിലോട്ട് അടിച്ച് വീണെല്ലാം കഴിഞ്ഞ് സ്വല്പം കഴിയുമ്പോൾ അവൻ്റെ കൂട്ടിരുന്നവന് ഒരാളുണ്ടായിരുന്നു. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അവൻ അന്നേരം കൂടെ വേറെ പാർട്ടിയെ വിളിച്ചു. ഞങ്ങളുടെ വീട്ടിൽ സാധനം കൊണ്ടിരിക്കുക എടുത്തത്. അവനന്ന് പുള്ളിക്കാരൻ അവിടുത്തെ കാറും കൊണ്ടുവന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇഞ്ചക്ഷൻ എടുത്തു. TT ആയിരിക്കാം. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ചു കെട്ടിയെല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾ 10 കൊണ്ട് CT സ്കാൻ ചെയ്യണമെന്ന് എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വീട്ടിൽ വന്ന് ഇവിടുന്ന് പാപ്പൻ്റെ മകനും വൈഫിനെയും എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ 10 ചെന്ന് അവിടെ CT സ്കാൻ എടുത്തു. അപ്പം ഇവിടുന്ന് മൈലപ്ര ചെന്നപ്പം തൊട്ടേ മൈലപ്ര കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മുറിവിനകത്തിരുന്ന് എന്തോ ഈ കടിച്ചു ഞൊള്ളിപ്പറിക്കുന്ന പോലെ ഇതുണ്ട്. ഇങ്ങനെ എന്തോ ഒരു അരച്ചിൽ പോലൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ കൂടിയിരുന്നവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചിലപ്പം കൂടിയിരുന്നവർ പറഞ്ഞു ചിലപ്പോൾ ഇപ്പോൾ ഈ സപ്ലൈ അടിച്ചല്ലേ അതിൻ്റെ ആ ഒരു ഈർച്ചയായിരിക്കണം. ഞാൻ അല്ല പിന്നെ അങ്ങോട്ട് ചെല്ലും തോടി സംഭവം നമുക്കൊരു ഇതുപോലെ. പിന്നെ അങ്ങ് ചെന്നപ്പോഴത്തെ നമ്മളൊരു ആകപ്പാടൊരു വല്ലാത്ത സ്റ്റേ ആയിപ്പോയി. പിന്നെ അന്നേരം അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടെ ചെന്നോണ്ട് അവരെ കാണിച്ചുകൊണ്ട് അവർ CT സ്കാൻ എടുത്തു പറഞ്ഞാൽ 1 മണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് പ്രഷർ കൂടുകയും ചെയ്തു. പ്രഷർ കൂടി ഞാൻ കാഷ്വാലിറ്റി കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പം വന്നു കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇതിനകത്ത് എന്തോ മുറിവിനകത്ത് എന്തോ ഒരു കറുത്ത ഇതുപോലെ കാണുന്നത് എന്തുവാണെന്നറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വെച്ചേക്കുന്നത് ഈ സ്റ്റാപ്ലർ അടിച്ചേക്കുന്നത് ഇളക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു വല്ലാത്തതായിപ്പോയി. കാരണം തല അത് വരുത്തിയിരിക്കല്ലേ. അങ്ങനെ അവിടെ നിന്ന് അവിടെ കൊണ്ട് കിടത്തി സ്റ്റാപ്ലർ അടിച്ച് ഇളക്കി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഉറുമ്പ് കടിച്ചിരിക്കുകയാണ്. 2 ഉറുമ്പുകൾ കടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ എടുത്തു. എടുക്കാൻ ഇച്ചിരി പാടുപെട്ടു. ഇത് കടിച്ചിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഇവർ എനിക്കൊന്ന് ചിരണ്ടി എടുക്കുമായിരുന്നു. എന്തോ ഒരു വല്ലാത്തൊരു ഇതുണ്ട്. ഈ ചിരട്ടയിലിങ്ങനെ വരയ്ക്കുന്ന പോലെ ഒരു ഇതുണ്ട്. അതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ ഇപ്പം വൈഫുണ്ടായിരുന്നു. വൈഫിൻ്റെ കൂടെ ഉള്ള അപ്പാവെന്ന് പറഞ്ഞാൽ അവർ കാണാൻ പോയി. അവരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പം ആ വൈഫ് അവരോട് ചോദിച്ചു. അവനും ചോദിച്ചു എന്തോ ഡോക്ടറെ ഉറുമ്പ് കടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് പിന്നെ അവരെല്ലാം ചെയ്ത് സ്റ്റിച്ചിട്ട് വീണ്ടും ഈ ട്രാപ്ലർ തന്നെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എനിക്ക് പ്രഷർ കൂടി. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ പിന്നെ തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കിടന്ന് ഇച്ചിരി കഴിയുമ്പോൾ അവർ കൊണ്ടൊരു ഗുളികയൊക്കെ തന്നു. ഗുളികയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ രാത്രി 1 മണിയായി. 1 മണിയായപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് അപ്പം അവിടുന്ന് ഈ സ്കാൻ ചെയ്തപ്പം ഈ മൂക്കിൻ്റെ ഇവിടെ ഒരു ക്രാക്കുണ്ട്. അന്നേരം ഇവിടെ ENT കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ കൈക്ക് അന്നേരം ഈ വിരലിന് കയറി നീര് കൊണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വേദനയാണ് കഴിക്കാം അത് എക്സ്റേ എടുക്കാം. അവിടെ തന്നെ എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കൈ വല്ല അടിച്ചതായിരിക്കാം എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് തിങ്കളാഴ്ച രാവിലെ അപ്പം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ENT കാണിക്കണം. ഇവിടെ കൊണ്ട് ENT കാണിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ അത് മൂക്കിനകത്ത്
നീര് കാണും. അപ്പോൾ നീര് പറ്റാതെ ഇതിൻ്റെ അറിയത്തില്ല. പൊട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചിടാമെന്ന് പറഞ്ഞു. അപ്പം 8 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 8-9 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ നീര് പറ്റുമെന്ന് പറഞ്ഞു. പറ്റിക്കഴിഞ്ഞാൽ അറിയത്തുള്ളൂ സംഭവം എന്ന് പറഞ്ഞു. പണ്ടുകൊണ്ട് തുമ്മാനൊക്കെ തോന്നുമാലും തുമ്മാനവർക്കൊരു ഇത് ചെറിയതാണ്. നമുക്കങ്ങനെ തുമ്മ വരുമ്പോൾ നല്ല ഇതിലേ വരത്തുള്ളൂ. ഫുള്ള് ഇളകിയ തുമ്മാൻ വരത്തുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ വീടിനെ പറ്റി ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങളെ കൊണ്ട് ഓർത്തേ കൊണ്ട് കാണിക്കാൻ പോയി. അപ്പം ചൊവ്വാഴ്ച രാവിലെ ഡ്രസ്സും ചെയ്തിട്ട് ഞാൻ ഓർത്തേ കൊണ്ട് കാണിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച ENT കാണാൻ ചെന്നപ്പം തന്നെ മെഡിക്കൽ സൂപ്രണ്ടിനെ കയറി കണ്ട് വിവരം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് പറഞ്ഞത് കാര്യമായി. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞാൽ റിപ്പോർട്ടിങ് തരാൻ പറഞ്ഞു. നമ്മുടെ സ്കാൻ്റെ അത് മാറ്റി നോക്കിയിട്ട് എക്സ്റേ നോക്കിയാൽ ഇതിൻ്റെ സ്കാൻ്റെ മാത്രം നോക്കിയാൽ ഞങ്ങൾ തിരിച്ച് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇതെന്ത് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിലേക്ക് പോകുന്നു. പിന്നെ ചൊവ്വാഴ്ച രാവിലെ പോയി ഓർത്തേക്കാട്ട് ചെന്ന് കണ്ടപ്പം പിള്ളേർ റൂമിൽ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ കയറി ഇറങ്ങി ഇങ്ങനെ. അപ്പം നമ്മുടെ നമ്പറായപ്പോൾ നമ്മൾ കയറി ചെന്നു. എന്നോട് ചോദിച്ചത് എന്തുവാന്ന്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ വിരലിനൊരു പോട്ടലുണ്ടെന്ന് പറഞ്ഞു. പോട്ടൽ പുള്ളി നോക്കുന്ന പോലും ഇല്ല. എല്ലാം കഴിഞ്ഞു. ഇതെൻ്റെ ഇതല്ല എന്ന് പറഞ്ഞാൽ ശരി. എല്ലാം കഴിഞ്ഞാൽ ഇതെവിടെയാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞു പത്തനംതിട്ട. അത് ഓർത്തോ എന്നാ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർത്തോ എന്നറിയില്ല, രാത്രിയിലാണ് കണ്ടു കാണിച്ചത്. ഓർത്തോ എന്ന്. ഇവനെ പത്തനംതിട്ടയ്ക്ക് തന്നെ പോരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു പോലെ. അപ്പോൾ ഞാൻ സംസാരിക്കുക ഡോക്ടർ അവളുമായിട്ട് സംസാരിക്കും. അപ്പം ഡോക്ടർ പറഞ്ഞു അവൾ പറഞ്ഞു ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്, പിന്നെ എന്താ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്, ഇതുകൊണ്ട് ഞങ്ങൾ ഇനി പത്തനംതിട്ടയ്ക്ക് തന്നെ പോകുന്നതല്ലോ എന്ന് പറഞ്ഞു. എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇതുപോലെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞാൽ ഈ വിരലൊരു ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഇടുമായിരുന്നെങ്കിൽ അതെൻ്റെ പണിയല്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒന്നും പറ്റില്ല. ഞാൻ അപ്പോഴത്തേക്ക് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു എന്നാൽ എക്സ്റേയുടെ ഇത് കയറാം. പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ബാധക്കില്ലെങ്കിൽ ഏത് വിരലിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചൂണ്ടുവിരലിനാണ്. ഈ പുള്ളിക്ക് ഇത് നോക്കി പറയത്തില്ലേ വിരൽ ഏതാണെന്നറിയാമല്ലോ, എക്സ്റേ അയക്കാൻ നോക്കുമ്പോൾ അറിയാമല്ലോ. ഞാനന്ന് ചിരിച്ചേക്കാം. ചിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അപ്പം ഇവിടെ പേപ്പർ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കാശുവാലത്തിൽ കൊണ്ടുപോയി അത്യാഗത വിഭാഗത്തിൽ കൊണ്ട് കാണിച്ചാൽ മതി. അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചു. പുള്ളി എഴുതി തന്നു. അവിടെ വന്നപ്പോൾ അവർ ഇത് 2 തുണി ഇടയ്ക്ക് വെച്ച് ഇത് ഇങ്ങനെ ചെയ്തു തന്നു. എനിക്ക് ഏതായാലും ഈ നെറ്റിയിലുണ്ടായ മുറിവിൽ CT സ്കാൻ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇത് അടിച്ചതിൻ്റെ ആ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പഴുക്കും, പെട്ടെന്ന് പഴുക്കും സംഭവം. ഈ വീഴ്ചയെങ്കിൽ വാഹനത്തിനുള്ളിൽ തന്നെ സ്റ്റിയറിങ്ങിലാണ് വീണത്, അല്ലെങ്കിൽ മണ്ണ് വീണിട്ടില്ല. അതിനിയും അഥവാ ഇവന്മാരെ പിടിച്ചിറക്കിയ കൂട്ടത്തിൽ കാല് വേച്ച് പോയി വീണോന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്കൊരു പിടിയില്ല. പിന്നെ ഇവന്മാർ 2 പേര് കൂടി എന്നെ കാറെ കയറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതൊക്കെ എനിക്കറിയില്ല. ഇനി മണ്ണിനകത്ത് വേച്ച് വന്ന് വീണോന്ന് എനിക്കറിയത്തില്ല. ഡോറ് തുറന്നിറങ്ങിയപ്പം വീണോന്ന് അറിയില്ല. ഈ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള ചേട്ടൻ ആരോപിക്കുന്നുണ്ട്. പരാതി കൊടുക്കാനായിട്ട് ഇന്നിപ്പം ആള് ആരോഗ്യമന്ത്രിക്കും എൻ്റെ ഇവിടെയും കൂടെ പരാതി കൊടുക്കാനുള്ള ഒരു ഖേദകരമായ സംഭവമാണ് നടന്നത്. അതായ കാരണം ഇനി ഇത് ഇങ്ങനൊരു സംഭവം ആർക്കും വരില്ല. നമുക്ക് വന്നു ഇത് ഇങ്ങനൊരു സംഭവം ഇനി ആർക്കും ഇങ്ങനെ വീഴ്ചയിൽ നിന്ന് വരില്ല എന്നുള്ള ഇത്. എബ്രഹാമിന് റാന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഉണ്ടായ അനുഭവമാണ് അദ്ദേഹം നമ്മളോട് വിവരിച്ചത്. ഞാൻ ഈ വിഷയത്തിൽ റാന്നി താലൂക്ക് ആശുപത്രി RMയുമായി സംസാരിച്ചു. പേഷ്യന്റ് കഴിഞ്ഞ ആഴ്ച വന്ന പേഷ്യന്റാണ്. കഴിഞ്ഞ 30-ാം തീയതി വന്നതാ. ഇങ്ങനെ നെറ്റി മുറിഞ്ഞിട്ടേ തറയിൽ വീണ് നെറ്റി മുറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അന്നേരത്തെ കാഷ്വാലിറ്റിയിൽ കാണിക്കുന്നു. പേഷ്യന്റ് പിന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു വോണ്ടിലെ. അപ്പൊ അവര് നഴ്സിംഗ് അസിസ്റ്റൻസും അവരെല്ലാരും ക്ലീൻ ചെയ്തു. ബ്ലീഡിംഗ് അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അത് സ്റ്റേപ്പിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഹെഡ് ഇഞ്ചുറി കേസുകളെ പ്രത്യേകിച്ച് മണ്ണിലിടിച്ച് വീഴുന്നതല്ലേ, അപ്പോ നാച്ചുറലി ഫോറിൻ ബോഡികൾ ഉള്ളിൽ പെടാറുണ്ട്. പൊതുവെ അങ്ങനെ വരാറുണ്ട്. അത് ചിലപ്പോ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കാണാം. ചിലതൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കയറി ഇരിക്കാറുണ്ട്. എന്തായാലും പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു ഉറുമ്പ് ആരും കണ്ടിട്ടില്ല. നമ്മൾ ക്ലീൻ ചെയ്ത സമയത്തോ അല്ലാതെ പേഷ്യന്റിന്റെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നമ്മൾ സ്റ്റേപ്പിൾ ചെയ്തതിന് ശേഷം CT എടുക്കാൻ വേണ്ടി, കാരണം നെറ്റി ഇടിച്ച് വീണതായതുകൊണ്ട് ഹെഡ് ഇഞ്ചുറി സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പൊ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പം CT സ്കാൻ എടുക്കുമ്പോൾ പൊതുവെ ഈ ഹെഡ് ഇഞ്ചുറി മാത്രമല്ല, ഇതുപോലെ ഫോറിൻ ബോഡി എന്തെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊരു റീസൺ കൂടിയാണ്. അതായത് ഫോറിൻ ബോഡി ഉണ്ടോന്ന് നോക്കാനും കൂടി വേണ്ട തന്നെയാണ് അവരെ നമ്മൾ CT എടുക്കാൻ വിടുന്നത്. അപ്പൊ CT എടുത്ത സമയത്ത് പേഷ്യന്റിന്റെ അവിടെ ഒരു അവർ CTക്കകത്ത് ഉറുമ്പെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫോറിൻ ബോഡി സസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത്.
എന്നുവെച്ചാൽ എന്തോ കാണുന്നു എന്നുള്ള രീതിയിൽ, ഒരു സസ്പെക്ടഡ് ഫോറിൻ ബോഡി എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കണ്ടിട്ടാണ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയത്. അതുകൊണ്ടായി ഇതൊക്കെ കോമൺ പ്രൊസീജിയർ ആണ്. ഇതിങ്ങനെ ഇതിനു മുമ്പും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഫോറിൻ ബോഡി കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്, തിരിച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കും. അപ്പൊ അവര് കൂടുതലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിറ്റി സ്കാൻ ഒക്കെ എടുത്താലേ കൂടുതലും വ്യക്തത വരത്തുള്ളൂ അല്ലേ? അതെ, ഉറപ്പായി. ഹെഡ് ഇഞ്ചുറി കേസുകൾ, അതും പ്രത്യേകിച്ച് ഓപ്പൺ വോണ്ടുള്ള കേസുകൾ നമ്മൾ CT എന്തായാലും എടുക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു കല്ലാകാം, ഒരു ചീല് ഹോസ്പിറ്റലിലാകാം ഒക്കെ അകത്ത് കയറിയിരിക്കാറുണ്ട്. അപ്പൊ അത് CTയിൽ കണ്ട അപ്പൊ തന്നെ നമ്മൾ എടുക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. നമ്മൾ ഇവിടെ വരുമ്പോ പേഷ്യന്റ് CT എടുത്തിട്ടല്ലല്ലോ വരുന്നത്, ഫ്രഷ് ആയിട്ടല്ലേ വരുന്നത്. ഇവിടുന്ന് നമ്മൾ പ്രൈമറി കെയർ കൊടുത്ത് ബാക്കി സെക്കൻഡറി കെയറിന് വേണ്ടി അവിടെ വിടുമായിരുന്നു. അങ്ങനെയായിരുന്നു സംഭവിച്ചത്. ഇവിടുന്ന് അങ്ങനെ ഒരു ഉറുമ്പോ അങ്ങനെ ഒരു ഫോറിൻ ബോഡിയോ ഒന്നും നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. വാർത്ത വന്നതിന് ശേഷം അവിടെ വാർത്ത വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ അതിന്റെ പിറ്റേ ദിവസം ഇവിടെ ഞങ്ങളെ വന്ന് കണ്ടായിരുന്നു. പേഷ്യന്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു ENT ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി വന്ന സമയത്ത് ഞങ്ങളെ വന്ന് കണ്ടായിരുന്നു. അപ്പോ വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ അന്ന് അവർക്ക് പരാതി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചു റിട്ടേണായിട്ട് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ എൻക്വയറി വെച്ചിട്ട് അന്വേഷിക്കാം, അവർ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തരാം. കാരണം നമ്മൾ ഇന്റേണൽ എൻക്വയറി അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിട്ടേൺ കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി റിട്ടേൺ ആയിട്ട് തന്നെ ആൾക്കാരുടെ എക്സ്പ്ലനേഷൻ ചോദിച്ച് തിരിച്ച് ഇവരെ അതിന്റെ മറുപടി നമ്മൾ അറിയിക്കും. ഇതാണ് സംഭവിക്കുന്നത്, നമ്മളിങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ അവരെ അറിയിക്കും. പക്ഷെ അവർ റിട്ടേൺ കംപ്ലൈന്റ് ഇല്ല എന്നാണ് അന്ന് പറഞ്ഞത്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, ഇനിയൊരു ഇങ്ങനെ അനുഭവം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കി കണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ നമ്മുടെ സ്റ്റാഫുകളെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അപ്പൊ അവരും പറഞ്ഞത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മുറിവ് എന്നുള്ള. അതെ, അതായിരുന്നു സംഭവിച്ചത്. സാധാരണ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട്. അതിനുവേണ്ടിയാണ് CT സ്കാൻ എടുത്ത് വിശദമായ ഒരു പരിശോധന നടത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹത്തിനെ പത്തനംതിട്ട ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതെന്ന് RMO വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ ആദ്യ ഘട്ടത്തിലൊന്നും ഉറുമ്പുകളെയോ അങ്ങനെ മറ്റെന്തെങ്കിലും സാധനമോ ഒന്നും കണ്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇവർ വിവരം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ റിട്ടേൺ ആയിട്ടൊരു പരാതിയൊന്നും നൽകിയിരുന്നില്ല. ഈ ആരോപണമുണ്ടായ സ്ഥിതിക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായി മണലിലൊക്കെ ഇടിച്ച് തല വീഴുമ്പോൾ അങ്ങനെ പരിക്കേൽക്കുമ്പോൾ മണൽ ഉൾപ്പെടെയൊക്കെ അതിനുള്ളിൽ മുറിവിനുള്ളിൽ ഉണ്ടാകാറുണ്ട്. അത് ഒരുപക്ഷെ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് CT സ്കാൻ ഉൾപ്പെടെ പരിശോധന നടത്തിയതിനു ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് ഒരു പരിശോധന നടത്തും എന്നാണ് RMO നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.